ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള വീഡിയോ ആണ്. എൻ്റെ ഫ്രണ്ടിൻ്റെ എൻഗേജ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ കുറേ നാളായി കാത്തിരുന്നൊരു ദിവസമാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ദിവസമാണെങ്കിൽ ഫുൾ മഴയായിരുന്നു. നമ്മൾ വന്ന ട്രെയിന് ലേറ്റായി, 3 മണിക്കൂർ ലേറ്റായിട്ടാണ് ട്രെയിൻ വന്നത്. സോ അവിടെ എത്താൻ നമ്മൾ അതേപോലെ ലേറ്റായി. നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവളുടെ അനിയൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സോഫിയുടെയും ലിംനയുടെ ഒക്കെ കോമൺ ഫ്രണ്ട് ഉണ്ടായിരുന്നു ജ്വാല. അപ്പോൾ നമ്മൾ ഒരേ ട്രെയിനിലാണ് വന്നത്. റെയിൽവേ സ്റ്റേഷനിൽ ഞാനും ജ്വാലയും കൂടി കണ്ടുപിടി. കുറച്ച് പോസ്റ്റ് തന്നെങ്കിലും സോഫിയുടെ അനിയൻ വന്ന് നമ്മൾ പിക്ക് ചെയ്തു കേട്ടോ. ഇതിൻ്റെ തലേ ദിവസം ഭയങ്കര കാറ്റും മഴയുണ്ട്, അവിടെ ഒന്നും കറണ്ട് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇതാ നമ്മൾ സോഫിയുടെ അടുത്തെത്തി. സോഫീനെ കണ്ടു. അവൾ നേരെ ഫുഡ് കഴിക്കാനാണ് കൊണ്ടുപോയത്. കാരണം നമ്മൾ രാവിലെ പോകുന്നതുകൊണ്ട് തന്നെ 2 പേർക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ഇതാണ് ജ്വാല. അങ്ങനെ നമ്മളിതാ സംസാരിച്ച് നമ്മൾ നല്ല കമ്പനിയായി. നമ്മൾ ആദ്യമായിട്ട് കാണണമെങ്കിലും ഭയങ്കര കൂട്ടായിട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ ലിംന വിളിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ കോളിൽ. അപ്പോൾ അവളോട് കുറച്ചൊക്കെ സംസാരിച്ചു. സോഫി ആശ്രമത്തിൽ തെറാപ്പിസ്റ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവളപ്പം വർക്ക് ചെയ്യുന്ന അവളുടെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് പേരൊക്കെ കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു. അവർ സ്റ്റെപ്പിൻ്റെ ബാക്കിയുള്ളവരൊക്കെ നാളെ വരും അവിടെ നിന്ന്. അപ്പോൾ ഒരുവിധം എല്ലാവരെയും എനിക്ക് നല്ല കണ്ടുപരിചയമുണ്ട്. പിന്നെ 2-3 ആൾക്കാരും നല്ല ക്ലോസ് ആണ്. ഇതാണ് അവളുടെ പപ്പയും അമ്മയും. അപ്പോൾ അവരപ്പം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. രാത്രിയാണ് അവൾ പറയുന്നത് അവൾക്ക് മൈലാഞ്ചി ഇടണമെന്ന്. സോ സ്റ്റിക്കർ ഉള്ളതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. അതിൽ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഒരുവിധം നമ്മൾ ഒപ്പിച്ചു കിട്ടാം. അപ്പോൾ ഇത് മോർണിംഗ് വ്യൂ ആണ്. മഴ ചെറുതായിട്ട് പെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ സോഫി ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മേക്കപ്പൊക്കെ ചെയ്യാൻ വേണ്ടി പോയി. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊക്കെ ഒന്ന് മേക്കപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് ഫുഡ് കഴിച്ചു. നമുക്ക് പൊറോട്ടയും ചപ്പാത്തി അങ്ങനെ ഗ്രേവിയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ചില പേര് റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഞാനും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. അപ്പോൾ ലതിക ചേച്ചി, നീതു, അതേപോലെ അനുപമ, പിന്നെ ഇവരൊക്കെ നല്ല അറിയും. നമ്മൾ മധുരയിലൊക്കെ അവർ വർക്ക് ചെയ്യാൻ വരാറുണ്ട്. അതേപോലെ ശംഭു, അനന്തു, ഇവരായിട്ടൊക്കെ നല്ല അറിയുന്നതാണ്. പിന്നെ ഈ 2 പേര് നമ്മളപ്പം കിഡ്സ് ക്യാബിൻ ഉണ്ടായിട്ടുണ്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ രേഷ്മ ചേച്ചിയും മോളും വന്നു. അപ്പോൾ എനിക്കൊരു കമ്പനിക്ക് ഒരാളായി. അപ്പോൾ അതാ വരുന്നു നമ്മളുടെ പുതുനാരി. മേക്കപ്പൊക്കെ കഴിഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞു വരുന്നുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കിലാണ്. അങ്ങനെ അവളുടെ ഫോട്ടോഷൂട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ കൂടെ നമ്മളതും. അത് കഴിഞ്ഞ് ഇതാ അവർക്കൊരു പ്രാർത്ഥന ഒക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ വെച്ചിട്ട്. അത് കഴിഞ്ഞ് നേരെ നമ്മളിനി പള്ളിക്ക് പോവുകയാണ്. എങ്ങടെ പോണ്ട്? പള്ളിയിലെ റൂട്ട് അറിയോ? ബി പി അടിക്കും. ഇത് കറക്കിക്കേ കറക്കിക്കേ കറക്കിക്കേ. ഓ, ഒരു കയ്യേറ്റോ. കറക്ക് കറക്ക്. ഓ സൂപ്പർ. ആ അമ്മ മോനൊരു കാർ മേടിച്ചെടുക്കണം. അമ്മ ഞാൻ വോയിസ് കൊടുക്കല്. അവിടെ അടുത്ത് തന്നെയാണ് അവരുടെ പള്ളി വരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ എത്തി. അപ്പോഴേക്കും ആശ്രമത്തിലെ ഒരുവിധം എല്ലാവരും വന്നിട്ടുണ്ട്. നീയുണ്ടാ? ഞാൻ ചോദിച്ചു, നീയെ കണ്ടോ? അതെ, എൻ്റെ മെയിൻ ട്രോളർമാർ അവിടെ നിൽക്കുന്നുണ്ട്. ഒന്ന് ജ്ഞാനേശ്വർ, ഒന്ന് ശ്രീലക്ഷ്മി.
അങ്ങനെ ഫാദേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരങ്ങനെ പ്രെയറും ഒക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു ക്രിസ്ത്യൻ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്നത്. ചെറുപ്പം മുതൽ എനിക്ക് അധികം ക്രിസ്ത്യൻ ഫ്രണ്ട്സ് ഒന്നും ഉണ്ടായിട്ടില്ല. സോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അങ്ങനെ അതാ സോഫിയുടെ എൻട്രി, അതിന് ശേഷം ഫാമിലി എല്ലാവരെയും, അതേപോലെ ചെക്കൻ്റെ ഫാമിലീനെ എല്ലാവരും വിളിച്ചിട്ട് മാരേജിൻ്റെ ഒക്കെ ഒരു ഫിക്സേഷനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കലൊക്കെ ആയിരുന്നു. എൻ്റെ പപ്പടം മോഷ്ടിച്ചവരാണ് ഇവർ രണ്ടുപേരും. പപ്പടം മോഷ്ടിക്കുക. തുടർന്ന് നമ്മുടെ ആളുകളിൽ ഈ പ്രിയപ്പെട്ടവരെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. കുടുംബാംഗങ്ങളെ ഈ പ്രിയപ്പെട്ടവരെ നടത്തപ്പെടുന്ന എല്ലാ നടപടിക്രമങ്ങളും ഏറ്റവും ഭംഗിയായിട്ട് നടത്തപ്പെടുന്നതിനായിട്ട് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. തുടർന്ന് ആശംസകളായിട്ട് സുനിൽ സാം ജോർജും സോഫിയ സ്റ്റീഫനും തമ്മിൽ വിവാഹിതരാകുവാനും ഒരു പുതിയ കുടുംബം കെട്ടിപ്പടുക്കുവാനും സംബന്ധിച്ചിരിക്കുന്ന തീരുമാനം ദൈവം അംഗീകരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ഫുഡിൻ്റെ ടൈമായിരുന്നു. പിന്നെ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. നമ്മളെ ഫ്രൈഡ് റൈസ്, ചിക്കൻ ഉണ്ടായിരുന്നു, പിന്നെ സദ്യ വേറെ ഉണ്ടായിരുന്നു. സുരേഷിന് അപ്പോഴാണ് എനിക്ക് വീഡിയോ എടുക്കാനൊന്ന് കിട്ടിയത്. ആളെന്നെ എപ്പോൾ കണ്ടാലും മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബറാന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യണതാണ്. ഒരു ദിവസം നമ്മൾ എത്തും. അപ്പോൾ എല്ലാവരും കൂടി പോവുകയാണ്. ഈ ഫംഗ്ഷൻ നടക്കുന്ന ചെങ്ങന്നൂരാണ്. ഇവരൊക്കെ തിരുവനന്തപുരത്ത് നിന്ന് വന്നതുകൊണ്ട് കുറച്ച് ട്രാവൽ ചെയ്യാനുണ്ട്. അപ്പോൾ എല്ലാവരും തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ രേഷ്മ ചേച്ചി അതിൻ്റെ മുന്നേ കുറച്ച് ഫോട്ടോസ് എടുത്ത് അങ്ങനെ അവരെ പറഞ്ഞു വിട്ട ശേഷമാണ് ഞാൻ സോഫീൻ്റെ ആയിട്ട് സ്റ്റേജിൽ കയറി ഫോട്ടോ എടുക്കാൻ വന്നത്. അപ്പോൾ അവളുടെ ബ്രദറിൻ്റെ ഫ്രണ്ട്സ് ഒരുപാടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ ഫോട്ടോ എടുക്കട്ടെ പറഞ്ഞിട്ട് കയറിയതാണ്. അപ്പോൾ ഇതാണ് സോഫിയുടെ വുഡ് ബി ഫ്യൂച്ചർ ഹസ്ബൻഡ്. ആൾ ഭയങ്കര കൂളാണ് കേട്ടോ. നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ അവർ രാവിലെ തൊട്ട് നിൽക്കുന്നതാണ്. അവർ ഫുൾ ടയേർഡായിരുന്നു. അങ്ങനെ നമ്മൾ അവളോട് ബായിയൊക്കെ പറഞ്ഞ് ഇറങ്ങുകയാണ്. നമുക്ക് ട്രെയിൻ സെറ്റല്ല, അതുകൊണ്ട് അവൾക്ക് ഇനി പിന്നെ കാണാമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇറങ്ങുകയാണ്. അപ്പോൾ അവളുടെ ബ്രദർ നമ്മളെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഞാനും ജ്വാലയും പിന്നെ സ്നേഹയുടെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ തിരുവനന്തപുരത്തേക്കാണ് പോണത്. അപ്പോൾ നമുക്ക് നേരിട്ട് ട്രെയിനില്ല ചെങ്ങന്നൂരിൽ നിന്ന്. അപ്പം ഞങ്ങൾ എന്തായാലും മാറി കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോൾ എനിക്ക് കുറച്ച് ലഗേജ് കൂടുതലുണ്ടായിരുന്നു. ഞാനവിടെ കിഡ്സ് ക്യാമ്പ് കഴിഞ്ഞ് പോകുമ്പോൾ കുറച്ച് ലഗേജ് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ആയപ്പോൾ ഇച്ചിരി ഉണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ നേരെ നമ്മളിനി എറണാകുളത്താണ് പോണത്. അവിടെ നിന്ന് ഇനി കണക്ട് ചെയ്യണം ട്രെയിന്. അപ്പോൾ നമ്മൾ അവിടെ എത്തിയപ്പോൾ അവിടെ ട്രെയിനുള്ളത് ലേറ്റ് നൈറ്റാണ്. അപ്പോൾ നമ്മൾ വെച്ചാൽ എന്തിനാണ് വെറുതെ സമയം കളയുന്ന, ലഗേജൊക്കെ നമ്മളവിടെ ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് ഇനി നേരെ ലുലു മോൾ പോവാണ്. തിരുവനന്തപുരം, കോഴിക്കോട് ലുലുവിൽ ഞാൻ പോയിട്ടുണ്ടെങ്കിലും കൊച്ചി ലുലുവിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ്. അതുപോലെ മെട്രോയിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ബാക്കിയൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ ഗായ്സ്, നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.